കോട്ടയം കറുകച്ചാലിൽ നിന്നും വയോധികനെ കാണാതായതായി പരാതി. കറുകച്ചാൽ ശാന്തിപുരം സ്വദേശി വിജയൻ കൃഷ്ണൻ എന്ന 78 വയസ്സുകാരനെയാണ് കാണാതായത്. 7-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. ഈ സംഭവത്തിൽ കുടുംബം ഇപ്പോൾ കറുകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. 7-ാം തീയതി മുതലാണ് കാണാതാകുന്നത് അല്ലേ? 7-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. വൈകിട്ടൊരു 5:30-6 മണിയായപ്പം വീട്ടിൽ നിന്ന് പോയതായിട്ടാണ് പറയുന്നത്. വീട്ടിൽ അമ്മ എന്നോട് പറഞ്ഞത് വൈകിട്ട് 5:30-6 മണിയൊക്കെ ആയപ്പം പോയി. പക്ഷേങ്കിൽ പോയപ്പോഴത്തേക്കിന് എങ്ങോട്ട് പോകാമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ സന്ധ്യയായിട്ടും കാണാതെ വന്നപ്പോഴത്തേക്കിന് നമ്മൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറഞ്ഞു. ഇന്നലെ അച്ഛൻ ഇവിടുന്ന് പോയി, എങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പരാതി കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വ്യാഴാഴ്ച ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ബന്ധുവീടായ എരുമേലിയിൽ വൈകിട്ട് ഒരു 9:30-10 മണിയായപ്പം ചെന്നതായിട്ട് ആ ബന്ധുവീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ എന്നാൽ അച്ഛൻ അവിടെ ഉണ്ടല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച 8-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് അച്ഛൻ അവിടുന്ന് പോയതാണ്. പക്ഷേ അവിടുന്ന് പോയി കഴിഞ്ഞ് രാവിലെ 10 മണിയൊക്കെ ആയപ്പം വിളിച്ചപ്പോഴത്തേക്കിനും പുള്ളി ഞങ്ങൾ സംസാരിച്ചു. പക്ഷേങ്കിൽ അത് 11 മണിക്ക് ശേഷം ഞങ്ങളങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. റിങ്ങുണ്ട്, ഫോൺ എടുക്കുന്നില്ല. പക്ഷേങ്കിൽ വൈകിട്ടായപ്പോഴത്തേക്ക് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ്. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് എരുമേലി കനാപ്പുര എന്ന് പറഞ്ഞ ടവറിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത്. അവിടെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു. ഞങ്ങളുടെ ബന്ധുവീടുകളായ സർവ്വ വീടുകളിലും പോയി അന്വേഷിച്ചു. ഇതുവരെ ആളിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എങ്ങോട്ട് പോയി എവിടോട്ട് പോയി എന്ന് യാതൊരു വിവരവും ഇല്ല. പക്ഷേങ്കിൽ ഈ ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ 9539721213. എൻ്റെ പേര് മനോജ്. ഈ അച്ഛനെ കാണാതായിട്ട് ഇന്ന് 8 ദിവസമായി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലുമാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മുതലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരം. ദിവസം ശനിയാഴ്ച രാവിലെ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കിന് ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ്. എവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊന്നും അറിയത്തില്ല. ഇദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് എന്തെങ്കിലും അങ്ങനെ പ്രശ്നമുള്ള ആളൊന്നും അല്ലല്ലോ? ഇല്ല, നിലവിൽ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ആൾ നല്ലൊരു ആരോഗ്യവാനാണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. നല്ല നോർമൽ മൈൻഡായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും ജോലി ചെയ്ത് നടക്കുന്ന വ്യക്തിയാണ്. പുള്ളിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ജോലിയും ഇതെല്ലാം. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ സാഹചര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെ നിലവിലുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ സംഭവമില്ല. കോട്ടയം കറുകച്ചാലിൽ നിന്നാണ് ഈ വയോധികനെ കാണാതായത്. കറുകച്ചാൽ ശാന്തിപുരം സ്വദേശിയായിട്ടുള്ള വിജയൻ കൃഷ്ണൻ എന്ന 78 വയസ്സുകാരനെയാണ് കാണാതായത്. കഴിഞ്ഞ 7-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അന്ന് തന്നെ കുടുംബം ഇത് സംബന്ധിച്ച് കറുകച്ചാൽ പോലീസിൽ പരാതി നൽകുന്നു. അന്ന് രാത്രി ഒരു ബന്ധുവീട്ടിലുണ്ട് എന്ന് തിരിച്ചറിയുന്നു. പക്ഷേ പിറ്റേ ദിവസം ഇവിടേക്ക് മടങ്ങി എത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. വെള്ളിയാഴ്ച ഇവിടേക്ക് എത്തുന്നില്ല. ഇതേ തുടർന്നാണ് വീണ്ടും പോലീസിനെ സമീപിക്കുന്നത്. പോലീസ് അന്വേഷിച്ചപ്പോൾ എരുമേലി ഭാഗത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നുവരെ യാതൊരു വിവരവുമില്ല. കറുകച്ചാൽ പോലീസ് ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കറുകച്ചാൽ പോലീസിനെ ബന്ധപ്പെടേണ്ടതാണ്. കറുകച്ചാലിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ്.